Hello my dear friends, welcome to Happy Beats TV. എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുഞ്ഞുവാവൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുറുക്കാണ്. ഒരുപാട് മദേഴ്സിന്റെ ഒക്കെ ഡൗട്ട് ആണ് ഏത്തക്ക കുറുക്കിനെ കുറിച്ച്. ഏത്തക്ക കുറുക്കല്ലേ കണ്ണങ്കായ കുറുക്ക്. നമ്മൾ കുഞ്ഞുവാവൾക്ക് ആദ്യമായിട്ട് കൊടുക്കുന്ന കണ്ണങ്കായ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏത്തക്ക കുറുക്കും കണ്ണങ്കായയും ഈ രീതിയിൽ ഉണ്ടാക്കാം. ഏത്തക്ക കുറുക്ക് അല്ലെ കണ്ണങ്കായ നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ തീരെ നേർപ്പിച്ചിട്ടും കുറച്ചുകൂടെ കഴിയുന്തോറും നമുക്ക് കുറച്ച് കട്ടിയായിട്ട് നമുക്ക് കുഞ്ഞുവാവൾക്ക് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പലതരം ഫ്രൂട്ട്സ് ഇട്ടിട്ടും ഒക്കെ പല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാം. ബെറീസ് ആണെന്നുണ്ടെങ്കിൽ ആണെങ്കിലും ഒക്കെ നമുക്ക് മിക്സ് ചെയ്തിട്ട് പല ടേസ്റ്റിലും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അതുകൂടാണ്ട് നമുക്ക് ഇതിൽ ഞാൻ കാണിക്കുന്ന നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന രീതിയും അതുപോലെ ബനാട്ടോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള പൗഡർ ഉപയോഗിച്ചിട്ടും കുട്ടികൾക്ക് എങ്ങനെയാണ് നമ്മളുടെ കുറുക്ക് ഉണ്ടാക്കുന്ന രീതിയാണ് പറയുന്നത്. അപ്പം എല്ലാവരും കണ്ടിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം പറയൂ കേട്ടോ. പല സ്ഥലങ്ങളിലും കുഞ്ഞുവാവൾക്ക് ആദ്യത്തെ ഭക്ഷണമായിട്ട് കൊടുക്കുന്ന ഒന്നാണ് കണ്ണങ്കായ. കണ്ണങ്കായ നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് നോക്കാം. കണ്ണങ്കായ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ സ്കിന്ന് ഇങ്ങനെ വരയായിട്ട് വരച്ചതിന് ശേഷം നന്നായിട്ട് സ്കിൻ ഫുള്ള് റിമൂവ് ചെയ്യണം. ഒട്ടും വെക്കരുത്, തൊലി നമ്മൾ വരച്ച് കളയല്ല, നന്നായിട്ട് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇത് ഈ രൂപത്തിൽ നമുക്ക് കിട്ടും. ഇതുപോലെ നന്നായിട്ട് തൊലി കളഞ്ഞതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ഉരച്ചെടുക്കുക. അതായത് നമ്മൾ ചിപ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരച്ചെടുക്കില്ല, അതുപോലെ തീരെ നൈസായിട്ട് ഏറ്റവും നൈസായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും തേച്ചിട്ട് നമ്മൾ ഇത് കണ്ണങ്കായ പൊളിക്കുകയാണെന്നുണ്ടെങ്കിൽ കറ പറ്റില്ല, നല്ലോണം കറയുണ്ട് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ അരിഞ്ഞതിന് ശേഷം കഞ്ഞിവെള്ളത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടറിലോ ഇട്ട് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ. എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഉണങ്ങാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പേപ്പറിൽ ഇട്ട് വെക്കരുത്. എന്തെങ്കിലും ഒരു നമ്മളുടെ മുറത്തിലോ അങ്ങനെ ഏതായാലും പ്ലാസ്റ്റിക് കവറിലോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ പേപ്പറിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മഷിയൊക്കെ നമ്മുടെ ഇതിലോട്ട് പടരും. കാരണം ഇത് നനവോടുകൂടിയല്ലേ നമ്മൾ ഉണക്കാൻ വെക്കണേ. അപ്പോൾ അത് കുട്ടികൾക്ക് കൊള്ളില്ല. അതിനുശേഷം നന്നായിട്ട് നമ്മൾ ഉണക്കിയെടുക്കുക. ഉണക്കിയെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഉണങ്ങിയോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് കയ്യിലെടുത്തിട്ട് കയ്യിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കുമ്പോൾ ഇത് നന്നായിട്ട് പൊടിയുന്നുണ്ട്. കയ്യിൽ വെച്ച് തന്നെ നന്നായിട്ട് പൊടിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അത് പാകമായെന്ന് മനസ്സിലാക്കുക. വെള്ളം പാടില്ല. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ പൂപ്പലുണ്ടാവും, കുട്ടികൾക്ക് അസുഖങ്ങളൊക്കെ വരും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നന്നായിട്ട് ഉണങ്ങിയെടുത്തതിന് ശേഷം നമ്മൾ 1 കിലോ ഒക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 കിലോ ഒക്കെ നമ്മൾ പൊടിച്ചാൽ മതി. മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ച് കഴിയുമ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് കിട്ടും. അതിന് ശേഷം ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ ജാറിലിട്ടിട്ട് നമുക്ക് വെക്കാവുന്നതാണ്. നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇങ്ങനെയാണ് നമ്മളുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ കണ്ണങ്കായ കൊണ്ടുള്ള കുറുക്ക് ഉണ്ടാക്കുന്നത്. ഈ രീതിയിലാണ്. കുട്ടികൾക്ക് വളരെയധികം ആരോഗ്യപ്രദമായ ഒന്നാണ്. അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഇത് കൂടാണ്ട് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ ബനാട്ടോൺ എന്ന് പറഞ്ഞിട്ടുള്ളത് ബനാന പൗഡറാണ്, അതുകൊണ്ട് എങ്ങനെയാണ് കുറുക്ക് ഉണ്ടാക്കുന്നത്. ഇതുപോലൊരു പാക്കേജിങ്ങിലാണ് നമുക്ക് വരുന്നത്. അകത്തൊരു സിൽവർ കളറുള്ള ഒരു പാക്ക് കൂടി ഉണ്ടാവും. അതിനകത്താണിത് ടൈറ്റായിട്ട് വെച്ചിരിക്കണേ. അപ്പോൾ ഇതിൽ തന്നെ കുട്ടികൾക്ക് 100% നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അത് കൂടാണ്ട് ഇതുകൊണ്ട് ഹൽവ ഉണ്ടാക്കണമെന്നും മറ്റു റെസിപ്പീസൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വെച്ച് എങ്ങനെ കുറുക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ 2 സ്പൂൺ എടുത്തിരിക്കുന്നത്. തീരെ കുഞ്ഞുവാൾക്കാണെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ തന്നെ ധാരാളം മതിയാവും. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കട്ടയില്ലാണ്ട് ഇളക്കി കൊടുക്കണം. പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. കുട്ടികൾക്ക് ഏറ്റവും നല്ലത് കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു പാത്രം മാറ്റി വയ്ക്കുക. ഞാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി തന്നെയാണ് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറ്. അതിനുശേഷം ഇതിലേക്ക് പനങ്കൽക്കണ്ടം പൊടിച്ചത് ചേർക്കുക. പനങ്കൽക്കണ്ടം നമ്മൾ പൊടിച്ചതിന് ശേഷമാണെന്നുണ്ടെങ്കിലും കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ എന്തെങ്കിലും കല്ല് പോലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി കിട്ടും. പനങ്കൽക്കണ്ടത്തിന് കുറച്ച് കൂടുതലുണ്ട് ഇതുപോലെ കല്ലൊക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട്, ലോ ഫ്ലെയിമിൽ ഇടാവുള്ളൂ ഇല്ല കട്ട പിടിച്ചു പോകും, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി നിർത്തരുത്, അങ്ങനെ തന്നെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് കുറുക്കി പറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഫോർമുല മിൽക്കാണ്. നിങ്ങൾക്ക് 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫോർമുല മിൽക്കോ ബ്രസ്റ്റ് മിൽക്കോ ചേർത്തേ കൊടുക്കാവുള്ളൂ. 1 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ആട്ടുംപാൽ എന്തെങ്കിലും കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഫോർമുല മിൽക്കും ഒരു 1/2 സ്പൂൺ ബട്ടറും കൂടെ ചേർത്തിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യോ ചേർക്കാം. നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഏത്തക്ക കുറുക്കൊക്കെ. ഇതിൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്സിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ നെയ്യും ചേർത്താണ് കൊടുക്കുന്നത്. ഈ സെയിം നമ്മൾ കണ്ണങ്കായയും ഏത്തക്ക ഉപയോഗിച്ച് നമുക്ക് സെയിം രീതിയിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഏറ്റവും നല്ലത് നമ്മൾ ഈ ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്ന പൗഡറൊന്നും വാങ്ങിക്കാണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇൻ കേസ് നമ്മൾ ഫ്ലാറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെയിലൊക്കെ കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു നാട്ടിൽ പോകുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാനായിട്ട് നോക്കുക.
അപ്പോൾ കുട്ടികൾക്ക് നന്നായിട്ട് വണ്ണം വയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു കുറുക്കൂടിയാണ് നമ്മളുടെ ബനാന പൗഡറിൻ്റെ കുറുക്ക്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം പറയാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.